ബാക്ക് ടു ഓൾ. എസ്റ്റിമേഷൻ എന്ന പാഠഭാഗത്തെ 8ാമത്തെ വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ പ്രോബ്ലംസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എസ്റ്റിമേഷൻ എന്ന പാഠഭാഗത്ത് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന പോർഷനാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ഈ വീഡിയോ കാണും. അപ്പം ആദ്യത്തെ പ്രോബ്ലം, അപ്പോൾ ഇതൊരു മേസൺറി പ്ലാറ്റ്ഫോമിനെ എസ്റ്റിമേഷൻ ചെയ്യാനുള്ള പ്രോബ്ലമാണ്. നിങ്ങൾക്ക് ബിൽഡിങ്ങിന് എസ്റ്റിമേഷൻ ചെയ്യാനാണ് അധികം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ ഒരു ചെറിയ മേസൺറി പ്ലാറ്റ്ഫോം നമുക്ക് എസ്റ്റിമേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്ലാനും തന്നിട്ടുണ്ട്, സെക്ഷനും സ്പെസിഫിക്കേഷനും തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ സൈസ് 6 മീറ്റർ × 5 മീറ്ററാണ്. ഓക്കെ, അപ്പം അതിൻ്റെ നമുക്ക് ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോങ് വാൾ ആൻഡ് ഷോർട്ട് വാൾ മെത്തേഡ് ഉപയോഗിച്ചാണ്. നമുക്ക് 2 മെത്തേഡ് ഉണ്ട്, സെൻട്രൽ ലൈൻ മെത്തേഡും ലോങ് വാൾ ആൻഡ് ഷോർട്ട് വാൾ മെത്തേഡും ഉണ്ട്. അതിൽ ആദ്യത്തെ ലോങ് വാൾ ആൻഡ് ഷോർട്ട് വാൾ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു മെത്തേഡ് വെച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ലോങ് വാളിൻ്റെ ലെങ്ത്ത് കാണാനുള്ള ഇക്വേഷൻ, ലോങ് വാൾ ആകുമ്പോൾ ഔട്ട് ടു ഔട്ട് ലെങ്ത് ആണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കാണാൻ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്തിൽ നിന്നും ഒരു വിഡ്ത്ത് അഥവാ ഒരു വീതി കൂട്ടണം. ഇനി ഷോർട്ട് വാളിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇൻ ടു ഇൻ ലെങ്ത് ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്തിൽ നിന്നും ഒരു വീതി കുറയ്ക്കണം. അപ്പോൾ ഈ ഒരു 2 ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പ്ലാൻ ഒന്ന് കാണാം. ഇതാണ് പ്ലാന്. അപ്പോൾ അതിൽ ലോങ് വാൾ 6 മീറ്ററാണ്, അതേപോലെ തന്നെ ഷോർട്ട് വാൾ 5 മീറ്ററാണ് കേട്ടോ. പിന്നെ ഭിത്തിയുടെ കനം 40 സെൻറ്റിമീറ്ററാണ്. ഈ കാണുന്ന ലൈൻ എന്താണ്? സെക്ഷൻ ലൈനാണ് കേട്ടോ. ആ സെക്ഷൻ ചെയ്തപ്പോൾ അങ്ങനെ മുറിച്ചപ്പോഴാണ് ഈ കിട്ടുന്ന സെക്ഷൻ കിട്ടിയത്. അപ്പം അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഫൗണ്ടേഷനും ഫൂട്ടിങ്ങുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യണം? എർത്ത് ഫില്ലിങ് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ സിമെൻറ്റ് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്പെസിഫിക്കേഷനും പ്ലാനും ഉപയോഗിച്ചാണ് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും കേട്ടോ. അപ്പം അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഹെഡിങ് എഴുതുക. എന്നിട്ട് ലോങ് വാളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ലോങ് വാളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ നോക്കുക, ഈ ഒരു പ്ലാൻ എടുക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു പ്ലാന് നോക്കുക, സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് ഓഫ് ലോങ് വാളല്ല നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ലോങ് വാൾ നോക്കുക, ഇത് മുതൽ ഇതുവരെയാണ് സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് ഓഫ് ലോങ് വാൾ. അപ്പോൾ 6 മീറ്റർ എന്ന് പറഞ്ഞാൽ പുറത്തെ അളവല്ലേ, ഏറ്റവും പുറത്തെ അളവാണ് 6 മീറ്റർ. അപ്പോൾ ഈ 6 മീറ്ററിൽ നിന്ന് 0.4/2 ഇവിടെ കുറയ്ക്കുക അല്ലേ. ഭിത്തിയുടെ കനം 0.4 അല്ലേ, അതിൻ്റെ പകുതി ഇവിടെ കുറയ്ക്കുക, പകുതി ഇവിടെയും കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ലോങ് വാൾ എങ്ങനെ കിട്ടും? 6 കുറയ്ക്കണം 2 0.4/2 കുറയ്ക്കുക. അപ്പോൾ അങ്ങനെ വരും 6 മൈനസ് എന്ത് വരും? 6 മൈനസ് 2 × 0.4/2. 0.4ൻ്റെ പകുതി 2 ഭാഗത്തു നിന്നും കുറയ്ക്കുക. ഇനി സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് ഓഫ് ഷോർട്ട് വാൾ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇതേപോലെ തന്നെ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് ഓഫ് ഷോർട്ട് വാൾ ഇവിടെ മുതൽ എവിടെയാണ് വരിക? ഇവിടെ മുതൽ ഇവിടം വരെ അല്ലേ. അപ്പോൾ ഔട്ട് ടു ഔട്ട് ലെങ്ത്ത് പുറത്തെ അളവാണ് ഈ 5 മീറ്റർ എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 5 മീറ്ററിൽ നിന്ന് 0.4/2 2 പ്രാവശ്യം 0.4/2 കുറച്ച് കഴിഞ്ഞാൽ ഷോർട്ട് വാളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് 4.6 മീറ്റർ എന്ന് കിട്ടി. സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് ഓഫ് ലോങ് വാൾ എത്ര കിട്ടി? 5.6 മീറ്റർ എന്നും കിട്ടി. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ ഈ ഹെഡിങ് അറിഞ്ഞിരിക്കണം. ഈ ഒരു കോളം വരയ്ക്കണം കേട്ടോ എസ്റ്റിമേഷൻ ചെയ്യണത്. അപ്പോൾ എസ്റ്റിമേഷൻ ചെയ്യുന്നതിന് മുന്നേ കോളം വരയ്ക്കുക. അപ്പോൾ ഈ ഹെഡിങ് ഓർത്ത് വയ്ക്കണം നിങ്ങൾ. നമ്പർ, ഐറ്റം നമ്പർ ആദ്യം വേണം. പർട്ടിക്കുലർ ഐറ്റം ഓഫ് വർക്ക്, അതായത് ഏത് ഐറ്റം ആണെന്നുള്ളത്. പിന്നെ ലോങ് വാൾ ആൻഡ് ഷോർട്ട് വാൾ ആകുമ്പോൾ നമ്പർ വേണം. എത്ര നമ്പർ ലോങ് വാൾ ഉണ്ട്, എത്ര നമ്പർ ഷോർട്ട് വാൾ ഉണ്ട്. പിന്നെ നീളം, അതാണ് L. വീതിയാണ് B. H എന്ന് പറയുന്ന ഉയരം. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഈ നമ്പറിനെയും ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും ഹൈറ്റിനെയും ഒക്കെ കൂടെ ഗുണിച്ചാലാണ് നമുക്ക് ഈ ക്വാണ്ടിറ്റി കിട്ടുക. ഓക്കെ, പിന്നെ ടോട്ടലിന് ഒരു കോളം, പിന്നെ സ്പെസിഫിക്കേഷന് ഒരു കോളം. ഇത്രയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, കോളമൊക്കെ വരച്ചു കഴിഞ്ഞു. ഹെഡിങ് ഒക്കെ കൊടുത്തതിന് ശേഷം ആദ്യത്തേത് ഐറ്റം എർത്ത് വർക്ക്
എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ, അതായത് തറ കീറുന്നതിന് വേണ്ടി മണ്ണെടുക്കുക. അപ്പോൾ നമ്മൾ ലോങ് വാളും ഷോർട്ട് വാളും സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ ലോങ് വാൾ 2 എണ്ണമല്ലേ നമുക്ക് ആ ഫിഗറിലുള്ളത്, പ്ലാനിലുള്ളത്. ഓക്കെ, അപ്പോൾ 2 എന്ന് എഴുതി. ഇനി ലെങ്ത് അറിയണം. ലെങ്ത് അറിയണമെങ്കിൽ നമുക്കറിയാം സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് 5.6 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ 5.6 മീറ്റർ. പിന്നെ ഫൗണ്ടേഷനിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫൗണ്ടേഷൻ എവിടെ, നമുക്ക് ഈ സെക്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഫൗണ്ടേഷൻ്റെ വീതി 80 സെൻറ്റിമീറ്റർ ആണ്. ഇത് ക്വസ്റ്റ്യനിൽ തരും കേട്ടോ. 80 സെൻറ്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആ സ്പെസിഫിക്കേഷനിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇല്ല, സ്പെസിഫിക്കേഷനിൽ തന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ വീതി 80 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അത് ഓർത്ത് വയ്ക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും 80 എന്ന് തരും. ഓക്കെ, അപ്പോൾ ഇവിടെ 80 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീതി 80 ആയതുകൊണ്ട് തന്നെ നമ്മൾ 5.6 ആണ് ലോങ് വാളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത്. അതിനോട് 0.8 കുറച്ച് കഴിഞ്ഞാൽ ലോങ് വാളിൻ്റെ ലെങ്ത്ത് 6.4 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇവിടെയാണ്, എക്സ്പ്ലനേറ്ററി നോട്ട് എന്നുള്ള ഭാഗത്താണ് നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെ കിട്ടി എന്നുള്ളത്. 5.6 സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്താണ്, പ്ലസ് 0.8 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ്റെ വീതിയാണ്, വീതി കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ലെങ്ത്ത് കിട്ടി. ലെങ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ ബ്രെഡ്ത്താണ്. ബ്രെഡ്ത്ത് എത്രയായിരുന്നു, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ, 80 സെൻറ്റിമീറ്റർ ആണ് ഫൗണ്ടേഷൻ്റെ വീതി. അതാണ് 0.8 മീറ്റർ. ഇത് മീറ്ററിലാണ് എഴുതേണ്ടത് കേട്ടോ, അതുകൊണ്ടാണ് 0.8 മീറ്റർ എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി ഹൈറ്റാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഹൈറ്റ് അറിയാൻ ഈ ഒരു ഫിഗർ നോക്കൂ. ഹൈറ്റ് എത്ര ഉയരത്തിലാണ് നമ്മൾ തറ കീറേണ്ടത്. തറ കീറേണ്ടത് ഇത് മുതൽ ഇതുവരെയാണ് അല്ലേ. അപ്പോൾ 20 + 20 + 10 + 20 ടോട്ടൽ 70 സെൻറ്റിമീറ്റർ ആണ്. അത്രയും ഉയരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തേണ്ടത്. അപ്പം 0.7 മീറ്റർ എന്ന് ഹൈറ്റ് കിട്ടി. ഓക്കെ, ഇത് 4 കൂടെ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, സോറി, ഇത് 4 കൂടെ, അതായത് ഇത് 4 കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 7.17 ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഷോർട്ട് വാളാണ്. ഷോർട്ട് വാൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് 4.6 മീറ്റർ ആണെന്ന് അറിയാം. ഈ 4.6 മീറ്ററിൽ നിന്നും വീതി കുറയ്ക്കണം. 0.8 മീറ്ററാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ വീതി. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 3.8 മീറ്റർ എന്ന് ലെങ്ത്ത് കിട്ടും. വീതി എത്രയാണ്, 0.8 ആണ്. ഉയരം നേരത്തെ പോലെ തന്നെ ലോങ് വാളിനും ഷോർട്ട് വാളിനും ഒരേ ഉയരത്തിലല്ലേ മണ്ണ് എടുത്ത് ഒഴിവാക്കണം. അപ്പോൾ അത് 0.7. അപ്പോൾ ഇതൊക്കെ ഗുണിക്കുമ്പോൾ നമുക്ക് 4.25 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ത് ചെയ്യണം, ഈ 7.17 4.25 കൂടെ കൂട്ടുമ്പം 11.42 മീറ്റർ ക്യൂബ് കിട്ടും. അതുകൊണ്ടാണ് ക്യുമക്സ് എന്ന് എഴുതിയത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് അധികം ചോദിക്കുക, ആദ്യത്തെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫൗണ്ടേഷൻ കണ്ടുപിടിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെ 2 എണ്ണം തരും ചെയ്യും. ചിലപ്പം എർത്ത് വർക്ക് ഇൻ ഫില്ലിംഗ് ആയിരിക്കും, അടുത്തത് പ്ലാസ്റ്ററിങ് ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും 2 എണ്ണം ആയിരിക്കും ചോദിക്കുക, മൊത്തം ചോദിക്കില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യുക. എന്നിട്ട് ഇത് 2ഉം കൂടെ, ലോങ് വാളിൻ്റെ ഷോർട്ട് വാളാണെങ്കിൽ 2ഉം കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത എന്താണ്, എർത്ത് വർക്ക് ഇൻ ഫില്ലിംഗ് ഇൻസൈഡ് എബവ് ഗ്രൗണ്ട് ലെവൽ. ഫില്ലിംഗ്, എർത്ത് വർക്ക് ഫില്ല് ചെയ്യേണ്ടതാണ് നമുക്ക് ഇനി ചെയ്യേണ്ടത്. അപ്പം എർത്ത് വർക്ക് ഫില്ല് ചെയ്യുമ്പോൾ നമുക്കറിയാം, പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എർത്ത് വർക്ക് ഫില്ല് ചെയ്യാൻ ഭിത്തിയിലൊന്നും എർത്ത് വർക്ക് ഫില്ല് ചെയ്യില്ലല്ലോ, ഇതുവരെയാണ് നമ്മൾ എർത്ത് വർക്ക് ഫില്ല് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ 6 ആണ് അല്ലേ. ഈ 6ൽ നിന്നും ഇവിടെ 40 കുറയ്ക്കണം, 40 സെൻറ്റിമീറ്റർ, അതായത് 0.4 കുറയ്ക്കണം, ഇവിടെ 0.4 കുറയ്ക്കണം. അപ്പോൾ 6ൽ നിന്നും 0.8 കുറയ്ക്കണം അല്ലേ. അതേപോലെ തന്നെ 5ൽ നിന്നും 0.8 കുറയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ ഉള്ളിലെ അളവ് കിട്ടൂലേ. അങ്ങനെയാണ് നമുക്ക് എന്തിൽ കിട്ടുന്നത്, എർത്ത് വർക്ക് ഫില്ലിങ്ങിൻ്റെ 5.2 മീറ്റർ എന്ന് അങ്ങനെ കിട്ടും. 6ൽ നിന്നും 0.8 കുറയ്ക്കുക. അത് ഈ എക്സ്പ്ലനേറ്ററി നോട്ടിൻ്റെ അവിടെ എഴുതണേ, അത് മറക്കല്ലേ. 6 - 0.8 ചെയ്യുമ്പോൾ 5.2 മീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്ത ബ്രെഡ്ത്ത് എങ്ങനെ കിട്ടി, ഈ 5 മീറ്ററിൽ നിന്നും 0.8 കുറയ്ക്കുമ്പോൾ 4.2 മീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് ഉയരം അറിഞ്ഞിരിക്കണം. ഉയരം അറിയണമെങ്കിൽ നമുക്കറിയാം എർത്ത് വർക്ക് ഫില്ലിങ്, നമുക്ക് ഈ ഒരു എർത്ത് വർക്ക് ഫില്ലിങ് എന്ന് ഇവിടെ എഴുതി കാണിക്കില്ലേ, സെക്ഷൻ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇത്രയും ഫില്ല് ചെയ്തിട്ടുണ്ട്, അതായത് ടോട്ടൽ 2 മീറ്ററാണ്. ഇത് മുതൽ ഇതുവരെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എർത്ത് വർക്ക് ഫില്ല് ചെയ്യുന്നത് ഇതുവരെയേ ഉള്ളൂ. ഇവിടെ കോൺക്രീറ്റ് ആണ്, പിന്നെ
7.5 സെൻറ്റിമീറ്റർ ഉള്ളത്. അപ്പോൾ 7-ൽ നിന്നും നമ്മൾ ഈ 0.75 കുറച്ചാൽ മാത്രമേ നമുക്ക് ഇത്രയും പോർഷനല്ലേ എർത്ത് വർക്ക് ഫില്ല് ചെയ്തിട്ടുള്ളൂ. ഇത് പിന്നെ കോൺക്രീറ്റ് അല്ലേ, അപ്പോൾ അത് ഒഴിവാക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെന്ന് വന്നിട്ടുള്ളത് 2 - 0.75 കുറച്ചാൽ 1.93 ആയിരിക്കും അതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതും 4 കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 42.15 മീറ്റർ ക്യൂബ് കിട്ടും. ഓക്കെ, അപ്പോൾ എർത്ത് വർക്ക് ഇൻ ഫില്ലിങ്ങും ഇൻസൈഡ് അബോവ് ഗ്രൗണ്ട് ലെവൽ കഴിഞ്ഞു. അടുത്തത് മൂന്നാമത്തേത് സിമെൻറ്റ് കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ 1:4:8. അപ്പോൾ അതും ലോങ് വാളും ഷോർട്ട് വാളും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ലോങ് വാൾ നമുക്ക് അറിയാം 2 എണ്ണേ ഉള്ളൂ. അതിന് മുന്നേ നിങ്ങൾക്ക് എർത്ത് വർക്ക് ഇൻ ഫില്ലിങ് ലോങ് വാൾ ഒന്നായിട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഇവിടെ 1 എന്ന് വന്നത് കേട്ടോ. ഇവിടെ 2 ലോങ് വാളും ഷോർട്ട് വാളും സെപ്പറേറ്റ് ആയിട്ട് കാണുന്നതുകൊണ്ട് ലോങ് വാൾ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷനല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ എർത്ത് വർക്ക് എക്സ്കവേഷനിൽ പറഞ്ഞ ലോങ് വാൾ ആൻഡ് ഷോർട്ട് വാൾ മെത്തേഡിൽ അതേപോലെ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. കാരണം നമ്മൾ ഫൗണ്ടേഷനിലാണ് ചെയ്യുന്നത് അല്ലേ. സിമെൻറ്റ് കോൺക്രീറ്റ് എവിടെയാണ് ചെയ്യുന്നത്? ഫൗണ്ടേഷനിലാണ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ്റെ വീതി 80 സെൻറ്റിമീറ്ററിലാണെന്ന് സെക്ഷനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് ആയിട്ടുള്ള 5.6-നോട് 0.8 കൂട്ടുമ്പം 6.4 എന്ന് ലെങ്ത്ത് കിട്ടും. വീതി 0.8 തന്നെ അല്ലേ. ഇനി അതിൻ്റെ ഉയരം നിങ്ങൾ കണ്ടുപിടിക്കണം. ഈ ഒരു സെക്ഷനിൽ നോക്കി നോക്കൂ, ഫൗണ്ടേഷൻ ഇത് ഇവിടെ മാത്രമല്ലേ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ വീതി 80 സെൻറ്റിമീറ്റർ ആണ്, അതിൻ്റെ ഉയരം 20 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 0.2 എന്ന് വന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് ഗുണിക്കുമ്പോൾ 2.05 കിട്ടും. ഷോർട്ട് വാളിൻ്റെ ആണെങ്കിൽ നമുക്ക് 3.8, നേരത്തെ പോലെ തന്നെ 3.8 എന്നാണ് കിട്ടുക. എങ്ങനെയാണ് കിട്ടിയെന്ന് അറിയാലോ, 4.6-ൽ നിന്നും 0.8 കുറച്ച് കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉയരം 0.2 തന്നെയാണ്, വീതിയും 0.8 തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഗുണിക്കുമ്പോൾ നമുക്ക് 1.21 എന്ന് കിട്ടും. അപ്പം നിങ്ങളോട് സിമെൻറ്റ് കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ 1:4:8 അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടണം അല്ലേ. ലോങ് വാളിൻ്റെയും ഷോർട്ട് വാളിൻ്റെയും കൂട്ടിയിട്ട് 3.26 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇത് ഇവിടെ എഴുതുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക്കേഷനിൽ നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും കേട്ടോ. ആദ്യത്തെ ഫൗണ്ടേഷനിൽ ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ടാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തരുന്നത് ഡയറക്റ്റായിട്ട് എഴുതിയാലും മതി. അപ്പോൾ സിമെൻറ്റ് കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ 1:4:8 എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ഫൗണ്ടേഷനിൽ ഫില്ല് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ സിമെൻറ്റ് മോർട്ടാർ. ബ്രിക്ക് വർക്ക് ചെയ്യാൻ പോവാണ്. അപ്പം അത് നമ്മൾ ലോങ് വാളിൻ്റെയും കാണണം, ഷോർട്ട് വാളിൻ്റെയും കാണണം. ലോങ് വാളിൽ തന്നെ നമുക്ക് ആദ്യത്തെ ഫൂട്ടിംഗ് ഉണ്ട്, സെക്കൻഡ് ഫൂട്ടിംഗ് ഉണ്ട്. ഫസ്റ്റ് ഫൂട്ടിംഗ് ഉണ്ട്, സെക്കൻഡ് ഫൂട്ടിംഗ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് ഫൂട്ടിംഗ് ഏതാണ്? ഇതാണ് ഫസ്റ്റ് ഫൂട്ടിംഗ്. ഫസ്റ്റ് ഫൂട്ടിങ്ങിൻ്റെ വീതി എത്രയാണ്? ക്വസ്റ്റ്യൻ നോക്കി പറയും. 60 സെൻറ്റിമീറ്റർ ആണ് വീതി അല്ലേ. ഫസ്റ്റ് ഫൂട്ടിങ്ങിൻ്റെ വീതി 60 സെൻറ്റിമീറ്റർ ആണ്, ഉയരം 20 സെൻറ്റിമീറ്റർ ആണ്. രണ്ടാമത്തേൻ്റെ വീതി 50 സെൻറ്റിമീറ്റർ ആണ്, ഉയരം എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് ലോങ് വാൾ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ലോങ് വാൾ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഫസ്റ്റ് ഫൂട്ടിങ്ങിലും 2 എണ്ണം അല്ലേ. ഓക്കെ, അതിൽ എങ്ങനെയാണ് അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുക? ലോങ് വാളിൻ്റെ ഔട്ട് ടു ഔട്ട് ലെങ്ത്ത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് 5.6 ആണ്. അതിനോട് വീതി കൂട്ടുക. വീതി എത്രയാണ്? ആദ്യത്തെ ഫൂട്ടിങ്ങിൻ്റെ വീതി 60 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 5.6-നോട് 0.6 കൂട്ടുമ്പം 6.2 മീറ്റർ ആയിരിക്കും അതിൻ്റെ നീളം വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് അതിൻ്റെ വീതിയാണ്. വീതി നമ്മൾ പറഞ്ഞു 60 സെൻറ്റിമീറ്റർ, അതായത് 0.6 മീറ്ററാണ് വീതി വന്നിട്ടുള്ളത്. അതിൻ്റെ ഉയരം എത്രയായിരുന്നു? 60 സെൻറ്റിമീറ്റർ വീതിയും 20 സെൻറ്റിമീറ്റർ ഉയരമാണെന്ന് നമ്മൾ സെക്ഷനിൽ നോക്കി കണ്ടു. അപ്പോൾ 0.2 മീറ്റർ അതിൻ്റെ ഉയരം കിട്ടി. ഇതൊക്കെ കൂടെ ഗുണിക്കുമ്പോൾ 1.49 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇവിടെയാണ് നിങ്ങളുടെ എഴുതേണ്ടത്, സ്റ്റെപ്പ് എഴുതേണ്ടത് ഈ ഭാഗത്താണ്. ഇനി രണ്ടാമത്തെ ഫൂട്ടിങ് എടുക്കുക. രണ്ടാമത്തെ ഫൂട്ടിങ്ങിന് നമുക്കറിയാം വീതി എത്രയാണ്? 50 സെൻറ്റിമീറ്റർ ആണ്, ഉയരം 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ലെങ്ത്ത് കണ്ടുപിടിക്കണം അല്ലേ. സെക്കൻഡ് ഫൂട്ടിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? 5.6-നോട് 0.5 കൂട്ടുക കേട്ടോ. ഇത് നോക്കിയാൽ 5.6-നോട് 0.5 കൂട്ടിക്കഴിഞ്ഞാൽ 6.1 കിട്ടും. അതാണ് അവിടുത്തെ നീളം.
0.5 വീതിയാണ്, അതിൻ്റെ ഉയരം 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതൊക്കെ കൂടെ ഗുണിക്കുമ്പോൾ 0.61 മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വാൾ എബോവ് ഫൂട്ടിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഫൂട്ടിങ്ങിന് മുകളിലുള്ള വാൾ. അപ്പം അവിടെ നമുക്ക് ലോങ് വാളും 2 എണ്ണമാണുള്ളത് അല്ലേ, ലോങ് വാൾ 2 എണ്ണമാണുള്ളത്. പിന്നെ അതിൻ്റെ നീളം എന്ന് പറയുന്നത് 6 ഉയരം 40 സെൻറ്റിമീറ്റർ ആണ്. ഇതെങ്ങനെയാണ് കിട്ടാൻ നോക്കൂ, ഇത് സെക്ഷനിൽ നോക്കൂ. ഇവിടെ ഇതാക്കെ ഇവിടെയാണ് ആ പറഞ്ഞിട്ടുള്ളത് 6 മീറ്റർ ആണ് അല്ലേ, 6 മീറ്റർ ആണ്. അതേപോലെ തന്നെ സോറി ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടത് ബ്രിക്ക് വർക്ക് എബോവ് ഫൂട്ടിംഗ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ലോങ് വാൾ ആയതുകൊണ്ട് ലെങ്ത്ത് 6 മീറ്റർ എന്ന് വരും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വീതി 40 ആണ്. ഇതാണ് കേട്ടോ, ഈ വീതിയാണ് 40. ഇത് 2 എണ്ണം നമ്മൾ കഴിഞ്ഞു, ഇത് 2 എണ്ണം നമ്മൾ 3 എണ്ണം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് മുകളിലേക്കുള്ളതാണ്. ഓക്കെ, മുകളിലേക്കുള്ളത് കാണുമ്പം ലോങ് വാളിൻ്റെ നീളം 6 മീറ്റർ ആണ്, പുറമേ വരെ ഉള്ളതല്ലേ, പുറമേ വരെ നമുക്ക് ചെയ്യണ്ടേ ബ്രിക്ക് വർക്ക് ആകുമ്പോൾ. അപ്പോൾ ചെയ്യുമ്പം അതിൻ്റെ നീളം പുറമേ വരെയുള്ള നീളം 6 മീറ്റർ എന്ന് എഴുതി. അതിൻ്റെ വീതി 40 സെൻറ്റിമീറ്റർ ആണെന്ന് ഇതിൽ തന്നിട്ടുണ്ട്. ഉയരം എങ്ങനെയാണ് കാണുക, 2 മുതൽ 20 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 + 20 സെൻറ്റിമീറ്റർ, അപ്പോൾ 2.2 മീറ്റർ എന്ന് കിട്ടും. അതായിരിക്കും അതിൻ്റെ ഉയരം കേട്ടോ. ഉയരം കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലേ. 2 മുതൽ ഈ 20 സെൻറ്റിമീറ്ററും കൂടെ ആഡ് ചെയ്തിട്ട് 2.2 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണ് വാൾ എബോവ് ഫൂട്ടിങ് ഇങ്ങനെ വന്നിട്ടുള്ള 6 കിട്ടി, 0.4 2.2 അത് ഗുണിക്കുമ്പോൾ 10.56 നമുക്ക് ആൻസർ കിട്ടും. ഇനി ഷോർട്ട് വാൾ ആകുമ്പോൾ ഇതേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഷോർട്ട് വാളിൻ്റെ ലെങ്ത്തും 2 തന്നെയാണ്. പിന്നെ അതിൻ്റെ നീളം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് 4.6. അപ്പോൾ 4.6 0.6 കുറയ്ക്കുക അല്ലേ, 0.6 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, 4 മീറ്റർ ആണെന്ന് നമുക്ക് കിട്ടും. അതവിടെ എഴുതാം. ഓക്കെ, അതിൻ്റെ വീതി നമുക്കറിയാം 60 സെൻറ്റിമീറ്റർ ആണ്, അതിവിടെ എഴുതി നേരത്തെ പോലെ തന്നെ. അതിൻ്റെ ഉയരം 20 സെൻറ്റിമീറ്റർ ആണ്, അതുകൊണ്ട് ഇതിവിടെ എഴുതി. അപ്പോൾ ഗുണിക്കുമ്പോൾ ഈ ഒരു വാല്യൂ കിട്ടും. അടുത്ത സെക്കൻഡ് ഫൂട്ടിംഗ് ആകുമ്പോൾ ഇതേപോലെ, പക്ഷേ അവിടെ വീതി 50 സെൻറ്റിമീറ്റർ ആണ്, അപ്പോൾ കുറയ്ക്കേണ്ട എത്രയാണ്, 0.5 ആണ് അല്ലേ. 4.6 മീറ്ററിൽ നിന്ന് 0.5 മീറ്റർ കുറയ്ക്കുമ്പം നമുക്ക് 4.1 കിട്ടും. വീതി 50 സെൻറ്റിമീറ്റർ അഥവാ 0.5 മീറ്റർ ആണ്, ഉയരം 1 മീറ്റർ. ഓക്കെ, ഇനി വാൾ എബോവ് ഫൂട്ടിംഗ് ആകുമ്പോൾ നമുക്ക് വാൾ എബോവ് ഫൂട്ടിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ വാൾ എബോവ് ഫൂട്ടിംഗ് വരുമ്പം നമുക്ക് ഇവിടെ ഷോർട്ട് വാൾ ആയതുകൊണ്ട് എന്തുണ്ട്, ഷോർട്ട് വാൾ ആയതുകൊണ്ട് 2 നമ്പർ ആണ് ഷോർട്ട് വാൾ ഉള്ളത്. അതിൻ്റെ വീതി നേരത്തെ പറഞ്ഞ പോലെ 0.4 തന്നെയാണ് കേട്ടോ. ഉയരം അതേപോലെ തന്നെ 2.2 തന്നെയാണ് ഉയരം വരുന്നത്. ഇനി എങ്ങനെ നമുക്കതിൻ്റെ ഇതിൻ്റെ ഹൈറ്റ് കിട്ടിയത്, അതായത് ലെങ്ത്ത് കിട്ടിയതെന്ന് നോക്കാം. ലെങ്ത്ത് കിട്ടിയതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് 5.6 അല്ലേ. അപ്പോൾ 5.6 വീതി എത്രയാണ്, 0.4 ആണ്. അത് കൂട്ടിയപ്പോഴല്ലേ ഇവിടെ 6 മീറ്റർ എന്ന് കിട്ടിയത്. അതേപോലെ ഇവിടെ എന്ത് ചെയ്യണം, സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് എത്രയാണ്, 4.6 ആണ് സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത്. അതിനോട് നമ്മൾ 0.4 മീറ്റർ കുറയ്ക്കുമ്പം 4.2 മീറ്റർ എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് 5ാമത്തതാണ് 12 മില്ലിമീറ്റർ സിമൻറ്റ് സാൻഡ് പ്ലാസ്റ്ററിങ് 1:16 വാൾ ഔട്ട്സൈഡ്. പുറമേ മാത്രം തേക്കണം. അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. 12 മില്ലിമീറ്റർ ആണ്, 1:6 ആണ്. ലോങ് വാളും ഷോർട്ട് വാളും എഴുതുക. ലോങ് വാൾ 2 എണ്ണമാണ്. നമുക്കറിയാം പ്ലാസ്റ്ററിങ് മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നേരത്തൊക്കെ മീറ്റർ ക്യൂബാണ് ഇതുവരെ ചെയ്തത്. അപ്പോൾ ഇത് മീറ്റർ സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ വിടുത്തില്ല. പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ വിടുത്ത് വേണ്ട, ഹൈറ്റ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പം ഗ്രൗണ്ട് ലെവലിന് 10 സെൻറ്റിമീറ്റർ താഴെ വരെ നമ്മൾ കണക്കെടുക്കണം. നമുക്കറിയാം ടോട്ടൽ ഉയരം എത്രയാണ്, 2 മീറ്ററാണ്. അപ്പോൾ 2 മീറ്ററും പിന്നെ ഒരു 10 സെൻറ്റിമീറ്റർ താഴെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഹൈറ്റ് പറയാം.
അപ്പം എത്ര ആൻസർ കിട്ടും? നമുക്ക് 2.1 മീറ്ററാണ് അതിൻ്റെ ഉയരം കിട്ടുക. ഷോർട്ട് വാളും 2 എണ്ണം, അതിൻ്റെ ലെങ്ത്ത് 5 മീറ്ററാണ് കേട്ടോ. അതുകൊണ്ടാണ് 2.1 മീറ്റർ. പുറമേ വരെയുള്ള ലെങ്ത്ത് വേണം പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം നമുക്കത് കിട്ടി. ഇതിൻ്റെ ടോട്ടൽ ചെയ്യുമ്പം ഇതൊക്കെ ഒന്നിച്ച് ടോട്ടൽ ചെയ്യുമ്പോൾ 46.2 ക്യുമക്സ് അല്ല, മീറ്റർ ക്യൂബ് അല്ല വരിക, മീറ്റർ സ്ക്വയർ ആണ് വരിക. ഓക്കെ, ഇപ്പോൾ യൂണിറ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ഇനി അടുത്തത് ആറാമത്തത് 7.5 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ 1:4:8 ഫ്ലോർ അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവാം. ഇതാണ് ഈ പറഞ്ഞിട്ടുള്ളത്, ഈ സ്പെസിഫിക്കേഷനിൽ ഈ ഭാഗമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഫില്ലിങ് ചെയ്തിട്ടില്ലേ, കോൺക്രീറ്റ് ഫില്ല് ചെയ്ത ആ ഭാഗം. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് മനസ്സിലാകാം ഇതിൻ്റെ ഉള്ളിൽ വരെയാണ് ആ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്, പുറമേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഉള്ളിൽ വരെയുള്ള ഡിസ്റ്റൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അത് 5.2 മീറ്ററാണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് അറിയോ? ഇങ്ങനെ കിട്ടി, പുറമേ വരെയുള്ളത് 6 മീറ്ററാണ് അല്ലേ. പുറമേ വരെയുള്ളത് 6 മീറ്ററാണ്. ഈ 6ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? 6ൽ നിന്നും 0.4 ഒരു സൈഡും 0.4 ഒരു സൈഡും കുറയ്ക്കണം. അങ്ങനെയാണ് 5.2 മീറ്റർ എന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി 4.2 മീറ്റർ എങ്ങനെ കിട്ടി? 5ൽ നിന്നും ഇതേപോലെ 0.8 രണ്ട് ഭാഗത്തും കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4.2 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, രണ്ടിൻ്റെയും ഇന്നർ ടു ഇന്നർ ലെങ്ത് അല്ലേ വേണ്ടുള്ളൂ. നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വരെ ചെയ്തിട്ടുള്ളൂ, പുറമേക്ക് എടുത്തിട്ടില്ല. അപ്പം 6 - 0.8 ചെയ്യുമ്പം ഇവിടെ 5.2 എന്ന് കിട്ടും. അതേപോലെ തന്നെ 5 - 0.8 ചെയ്യുമ്പോൾ 4.2 കിട്ടും. അത് ഗുണിക്കുമ്പോൾ 21.84 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി 25 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ 1:2:4 ഓൺ ടോപ്പ് ഓഫ് ഫ്ലോർ. ഫ്ലോറിൻ്റെ മുകളിൽ ചെയ്യുന്നതാണ്. അതും ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതായത് ഈ ഭാഗം ഇത് പുറമേ വരെ ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് വാളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഈ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കാണുമ്പോൾ എന്ത് ചെയ്യണം? 6 മീറ്റർ പുറമേയുള്ള അളവ് എടുക്കണം. ലോങ് വാളിൻ്റെ ഷോർട്ട് വാളിൻ്റെ 5 മീറ്റർ കൊടുക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ കോൺക്രീറ്റ് ഫ്ലോറിൻ്റെയൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് ഹൈറ്റ് എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഫ്ലോറിങ്ങിനൊക്കെ മീറ്റർ സ്ക്വയർ അല്ലേ. അപ്പോൾ ഫ്ലോറിങ്ങിന് ഒന്നും എന്തുണ്ടാവില്ല, ഉയരം വേണ്ട മീറ്റർ സ്ക്വയർ ആയതുകൊണ്ട്. അതേപോലെ തന്നെ പ്ലാസ്റ്ററിങ്ങിന് എന്ത് വേണ്ട? വീതി വേണ്ട. അതൊക്കെ ഒന്ന് ഓർമ്മിച്ച് വയ്ക്കണം കേട്ടോ. ചെയ്ത് നിങ്ങൾ ശീലമാകണം. അപ്പോൾ ഇത് രണ്ടും ഗുണിക്കുമ്പോഴാണ് 21.84 കിട്ടുക. ഇത് രണ്ടും ഗുണിക്കുമ്പോൾ 30 മീറ്റർ സ്ക്വയർ കിട്ടുക. നിങ്ങൾക്ക് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം ചെയ്താൽ മതി. ഇതിലേതെങ്കിലും രണ്ടെണ്ണേ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ. അപ്പം അത് ചെയ്യാം. പിന്നെ കോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ഹെഡിങ് എഴുതുക, അതിൻ്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി എഴുതുക, യൂണിറ്റ് എഴുതുക. റേറ്റ് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഷെഡ്യൂൾ ഓഫ് റേറ്റിൽ നിന്ന് കിട്ടും, അതിൻ്റെ യൂണിറ്റ് എഴുതുക. അങ്ങനെ ടോട്ടൽ എമൗണ്ട് കാണാം. ആ ടോട്ടൽ എമൗണ്ടിൽ 3% കണ്ടിജൻസിക്കും 2% വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനും വേണ്ടി കൊടുക്കുക. അപ്പം ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ് ചെയ്യാനുണ്ടാവില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിലേതെങ്കിലും 2-3 എണ്ണേ നിങ്ങളോട് അധികം ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഓരോന്നും നിങ്ങൾ ചെയ്ത് പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.